ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇതാണ് മനോരമ, ഇതാണ് മനോരമ, ഇതാണ് മനോരമ. ഏതാണ് മനോരമ? 3 ദിവസം എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? എന്റെ ആരാധനാമൂർത്തിയായ അയ്യപ്പന്റെ ആഭരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മനുഷ്യർ കള്ളന്മാരായിരുന്നു. കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത്. 5-6 വർഷക്കാലം ഒരു ജനകീയ സർക്കാരിന് മനസ്സിലായില്ല, അവരത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സർക്കാർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണെങ്കിലും ഈ വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണ്ടേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് എന്തുകൊണ്ടാണ് താങ്കൾ CBI എൻക്വയറി എന്നൊരു വാക്ക് പറയാത്തത്? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ഇതുവരെയുള്ള ചർച്ചകളിൽ താങ്കളും കോൺഗ്രസിന്റെ പ്രതിനിധികളും ആദ്യം ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ടത് കേരളത്തിന്റെ പോലീസാണ്. അതുകൊണ്ട് CBI എൻക്വയറി വേണമെന്നാണല്ലോ ശ്രീ രാജു പി നായർ അടക്കം കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധികളും ചാനൽ ചർച്ചകളിൽ പറയാറ്. ഒരു മാറ്റവും ഇല്ലല്ലോ. 5 ദിവസം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്പീക്കറെ വരെ മുഖം മറച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത അക്രമ സംഭവങ്ങൾ നിങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അന്ന് നിങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ അന്വേഷണ ഏജൻസിയെ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഹൈക്കോടതി വച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഈ ഗവൺമെന്റിനോട് കോടതിയെ ലക്ഷ്യം നടത്തണമെന്നും ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് CBI എൻക്വയറി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തിയ ആളുകൾ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. എന്താണെന്ന് അറിയോ അയ്യപ്പദാസിന്? ഇതിൽ പ്രതികളായി വന്നിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നയാളും തിരുവാഭരണം കമ്മീഷണർ ആയിട്ടിരുന്ന ആളുമാണ്. അതിനൊന്നും ഇല്ലേ? അവരുടെ രാഷ്ട്രീയം എന്തായിരുന്നു? അവർ INTUCയുടെ പത്തനംതിട്ടയിലെ ജില്ലാ ഭാരവാഹി അടക്കം ഇതിൽ പ്രതിപട്ടികയിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2014 പോറ്റി വന്നത് അന്ന് ഏത് സർക്കാരാണെന്ന ചോദ്യമൊക്കെ നിങ്ങൾ ഉന്നയിച്ച കേട്ടു. സതീശൻ പോറ്റി എന്ന് VD സതീശനെ DYFI സംസ്ഥാന സെക്രട്ടറി ആക്ഷേപിക്കുന്നത് കേട്ടു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും കോടതി ഈ 6-7 വർഷക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ കാലത്തെ ഈ വലിയ തട്ടിപ്പിനെ കുറിച്ച് ഗുരുതര സംശയങ്ങൾ ഉയർത്തുമ്പോഴും ഈ INTC-കാരെ ഉദ്യോഗസ്ഥർ എന്നതിൽ പിടിക്കാൻ താങ്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? അത് ഉത്തരം പറ. അത് ഈ പുട്ടിന് പീരിയഡണം താങ്കളുടെ ചോദ്യം വരുന്ന എനിക്കറിയാം. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി ഏകദേശം ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ താങ്കൾക്ക് ഒരു ചോദ്യമില്ല. ഇടപെട്ടില്ലേ? രാഹുൽ ഈശ്വർ സംസാരിക്കുമ്പോഴും ഗുരുതരമായ തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണം ഉന്നയിക്കുമ്പോഴും താങ്കൾക്ക് ചോദ്യമില്ല. ഇല്ല, ഇടപെട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. താങ്കളുടെ സ്ഥിരം ശൈലിയുണ്ട്. ഭരിക്കുന്നത് CPM ആണ്. CPMന്റെ കാര്യങ്ങൾ വരുമ്പോ കുറച്ചോടെ പറഞ്ഞോട്ടെ. ഒന്നുമല്ല, ഞാൻ ഇടപെട്ട് ചോദിച്ചില്ലേ? ഈ മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പ് ഇല്ലല്ല. അങ്ങനെ താങ്കൾക്ക് ഈ താങ്കൾ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥനാവും? ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജുവിനോട്. അദ്ദേഹം മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പ് ഞാൻ അദ്ദേഹത്തോട് കൗണ്ടർ ചെയ്യുന്നത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ, കേട്ടില്ലേ? ഇതിപ്പോ സ്വാഭാവികമായിട്ട് ഈ ഇത്ര ഗുരുതര സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഏതോ 1-2 INTC ബന്ധം എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുമല്ലോ ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന തോന്നി. അതുകൊണ്ട് ഇടപെട്ട് ചോദിച്ചതേ ഉള്ളൂ. അയ്യപ്പദാസേ, ഈ 8 മണിക്ക് 1 മണിക്കൂർ ഈ മനോരമയിൽ മറ്റു പല തിരക്കുകൾക്കിടയിലും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ വേർഷൻ കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് താങ്കൾ ഒരു ഡിഫൻസ് ഇടും. താങ്കളുടെ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഭരിക്കുന്നത് നിങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം കൂടുതലായിരിക്കും. ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. എത്ര ചോദ്യം ചോദിച്ചാലും ഇപ്പൊ 9 മണി കഴിഞ്ഞ് 10 മണി 11 മണി വരെ ചോദ്യം ചോദിച്ചാലും അത് പറയാൻ കരുത്തുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്നത്. ഭയങ്കരം തന്നെ. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഉപചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ച് പല കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പറയുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ഖണ്ഡിച്ച് എന്റെ വാക്കിന്റെ ഒരു സ്ഫുടത എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ ചർച്ച തുടങ്ങിയിട്ട് 9 മിനിറ്റ് വരെ ഞാൻ അസഹിഷ്ണുതയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്.
താങ്കളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെ ഉത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും ഇടപെട്ടോ? താങ്കൾ മിനിറ്റുകൾ എടുത്തല്ലേ വിശദീകരിച്ചത്? ഒരു ചർച്ച അങ്ങനെയല്ലേ സാർ? അതിനുശേഷം ഇടപെടലുണ്ടാവും. താങ്കൾ ഈ INTC എന്ന് പറയുമ്പോൾ ഞാൻ ഇടപെട്ട് ചോദിക്കണം താങ്കൾക്ക് ആ കോൺഫറൻസ് ഇപ്പോഴും ഉണ്ടോ എന്ന്. ഞാൻ താങ്കളെ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇടപെട്ട് ചോദിക്കുക മാത്രമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അല്ല, നിങ്ങൾ ഈ 2019 മുതലുള്ള 6 വർഷം 7 വർഷം എന്നതിലേക്ക് എന്തിയെ ചുരുങ്ങണേ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താ? 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? നിങ്ങൾ എന്തിനാ ഈ 26 കൊല്ലത്തെ അന്വേഷണത്തെ 7 കൊല്ലത്തേക്ക് ചുരുക്കുന്നത്? താങ്കൾ ഈ ഉത്തരവ് അതിനെന്താ വായിച്ചിട്ടുണ്ടോ? മനോരമയ്ക്ക് പ്രത്യേക അജണ്ട? ഇന്ന് ഈ അജണ്ടയിലേക്ക് പോകണ്ട. താങ്കൾ ഇന്നത്തെ ഉത്തരവ് വായിച്ചിട്ടുണ്ടോ? ഉത്തരവ് മുഴുവനായി വായിച്ചിട്ടുണ്ടോ? കേൾക്കൂ മിസ്റ്റർ, ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇന്നത്തെ ഉത്തരവല്ലല്ലോ മിസ്റ്റർ ചർച്ച. 7 ഉത്തരവുണ്ടല്ലോ. ഇന്നത്തെ ഉത്തരവാണ് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്ന 6 കോടതിയല്ലേ? വർഷത്തെ ഈ ഡിസൈനിനെ കോടതിക്ക് ഞാൻ കുറിച്ച് സംശയം കാണുന്നതാണ്. തോന്നിപ്പിക്കുന്ന മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുമ്പില്ലാത്ത പോലെ നിലവിലെ ബോർഡിന് മേൽ സംശയം കോടതി പറയുന്നത് ഇന്നാണ്. ഇതിനു മുമ്പുണ്ടോ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതാണ് മനോരമ, ഇതാണ് മനോരമ, ഇതാണ് മനോരമ. ഏതാണ് മനോരമ? 3 ദിവസം മുഖ്യമന്ത്രിയുടെ മകനെതിരെ നിങ്ങൾ വലിയ ലീഡിംഗ് വാർത്ത കൊണ്ടുവന്ന് ചർച്ച നടത്തിയില്ലേ? മനോരമ, മനോരമ എന്ന് എഴുതുന്ന വാക്കിന്റെ അക്ഷരത്തിന്റെ വലിപ്പത്തെക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയുടെ മകൻ വലിയ കുംഭകോണം നടത്തി. അവിടെ നിന്ന് ഇടി വന്നു, ഇവിടെ നിന്ന് ഇടി വന്നു എന്ന് ചർച്ച നടത്തി. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? 4-ാം ദിവസം നിങ്ങളുടെ ചരമ പേജിന്റെ അടിയിലത്തെ കോളത്തിൽ പോലും ഒരു വാർത്ത കൊടുക്കാൻ ആ വാർത്തയുടെ ആധികാരികത നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ? നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ അങ്ങനെയാ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇന്നത്തെ ഉത്തരവ് ഉണ്ടെങ്കിലും എന്നാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തുടങ്ങിയത്? 7 ഇടക്കാല ഉത്തരവുണ്ട്. ഇന്ന് കൃത്യമായി 1999 മുതൽ അന്വേഷണം നടത്താനാ പറഞ്ഞേ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. ശ്രീ അരുൺകുമാർ, താങ്കൾക്ക് നന്നായി അറിയാം ഇന്നത്തെ 12 പേജ് ഉത്തരവിൽ ഇതുവരെയുള്ള വന്ന വെളിപ്പെടുത്തലുകൾ, അന്വേഷണങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ഈ ഉന്നത അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അവിടെ എവിടെയും ഈ പറഞ്ഞ ഈ 2019 മുമ്പുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മെൻഷനും ഇന്നത്തെ കോടതി ഉത്തരവിൽ ഇല്ല. ശ്രീ അരുൺകുമാർ, താങ്കൾ പഴയ കോടതി ഉത്തരവിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഇന്നത്തെ സാഹചര്യം പറയുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഇന്ന് വരെ SIT അന്വേഷിച്ച ശേഷം നടത്തിയ ഫൈൻഡിംഗ് പ്രകാരം കോടതി നടത്തുന്ന നിഗമനം, നൽകുന്ന നിർദ്ദേശം, അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതിലെവിടെയാണ് 2014, 98 എവിടെയാണ്, 2000 എവിടെയാണ്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒരു ഫൈൻഡിങ്ങും അല്ല, ഒരു നിഗമനമല്ല. അല്ല, ഒറ്റ മിനിറ്റ്, ഒരു ഫൈൻഡിങ്ങും അല്ല, ഒരു നിഗമനമല്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതുകൊണ്ടാണ് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് എന്ന് പറഞ്ഞത്. ഈ മാധ്യമ പ്രവർത്തകർ ആരും ഹൈക്കോടതിയുടെ ചുറ്റുപാട് വരരുതെന്ന് പറഞ്ഞ് അടച്ചിട്ട കോടതിയിലേക്ക് ഈ കേസ് മാറ്റാൻ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രജിസ്ട്രാർ തീരുമാനിച്ച എന്താണെന്ന് അറിയോ? നിങ്ങൾ പല ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ആണോ? ഭയങ്കര. മനോരമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ, മാതൃഭൂമിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ ഇടയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് മറ്റ് ചാനലുകളുടെ ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, സത്യം ഈ മടിയിൽ കനമില്ലാത്തവരാണെങ്കിൽ ഒരു ഭയമില്ല. പിന്നെ എന്താ പ്രശ്നം? അല്ലല്ല, താങ്കൾ ഈ മീഡിയ എന്ന് പറയുന്നത് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് എന്ത് ഉത്തരവാദിത്തമാണ് CPM പോലൊരു പ്രസ്ഥാനത്തിലെ യുവജന നേതാവായി താങ്കൾ കാണിക്കുന്നത്? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അല്ല, ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് മാധ്യമം. ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് മാധ്യമം. സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും അചഞ്ചലമായി നിൽക്കേണ്ടതാണ് മാധ്യമം. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് നുണ തന്നെ നമുക്ക് ഇങ്ങനെ സമയങ്ങളാണെങ്കിൽ അത് താങ്കളുടെ ഡിസിഷൻ, താങ്കളുടെ ഡിസൈനാണ്. ഞാൻ ആ ഡിസൈനിലേക്ക് കയറാൻ താല്പര്യപ്പെടുന്നില്ല. ഈ മാധ്യമങ്ങൾ ആ വഴിക്ക് വരരുതെന്നൊക്കെ പറഞ്ഞ് താങ്കൾക്ക് മാധ്യമങ്ങളുമായുള്ള പുച്ഛമൊക്കെ വളരെ എവിഡന്റ് ആണ്. എന്നാൽ ഇന്ന് വൈകിട്ട് 5:30-6 മണിയോട് കൂടിയിട്ട് കോടതിയുടെ ഉത്തരവ് ജനങ്ങൾക്ക് മുമ്പാകെയാണ് കൊടുക്കുന്നത് കേട്ടോ. അത് നേരിട്ട് SITക്ക് മാത്രം അയച്ചു കൊടുക്കല്ല. മീഡിയക്കടക്കം ഈ ലോകത്തെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന വിധത്തിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അത് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഇൻഫ്ലുവൻസിന്റെ പേരത്തല്ല, മറ്റൊരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഉത്തരവ് ചർച്ച ചെയ്തോ? അതല്ലേ സംസാരിക്കുന്നത്, അതല്ലേ ചോദ്യം. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.